നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം 2025 ഏപ്രിൽ മാസം 23-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാളി രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 10-ാം തീയതിയാണ് ബുധനാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 3-ാം തീയതിയാണ്. ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം ബുധനാഴ്ച രാവിലെ 6:13 സൂര്യദേവൻ ഉദിച്ചു വരുന്നത്. ഈ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് മേടമാസം 10-ാം തീയതി രാവിലെ 6:13 ഉദിച്ചു വരുമ്പോൾ കേരളമാകെ മേടം 10-ൻ്റെ ആഘോഷ നിറവിലായിരിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. മേടം 10-ന് ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ നടക്കുന്നൊരു ദിവസമാണ്. സൂര്യദേവൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിൽ ഉച്ചനായി വന്നു നിൽക്കുന്നൊരു ദിവസമാണ് മേടം 10. മേടം 10 എന്ന് പറയുന്ന തീയതി. ആ മേടം 10-നാണ് പല ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ദിവസവും കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മേടം 10-ന് സൂര്യദേവൻ ദശമി തിഥിയിലാണ് ഉദിച്ചു വരുന്നത്. ദശമി തിഥിയിൽ കൂടി യാത്ര തുടർന്ന് ബുധനാഴ്ച വൈകുന്നേരം 4:38 വരെ ദശമി തിഥിയിൽ കൂടി യാത്ര തുടർന്നതിന് ശേഷം ഏകാദശി തിഥിയിൽ ബുധനാഴ്ച വൈകുന്നേരം 6:28 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യദേവൻ അസ്തമിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അസ്തമിക്കുന്നതിന് ശേഷം ചന്ദ്രദേവൻ കടന്നു വരികയാണ്. ചന്ദ്രദേവൻ നിലാവ് നന്നേ കുറവുള്ളൊരു രാത്രിയുമായിട്ടാണ് നമ്മളെ സമീപിക്കുന്നത്. അങ്ങനെ ബുധനാഴ്ച ദിവസം നിലാവ് നന്നേ കുറവുള്ള ഒരു രാത്രി നമുക്ക് വിശ്രമിക്കുവാൻ വേണ്ടി ചന്ദ്രദേവൻ നൽകുന്നു. അങ്ങനെ ബുധനാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ പകലും രാവുമായിട്ട് അനുഭവത്തിൽ വന്നു ചേരുന്നു. തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ മേടം 10-ന് ഉദിച്ചു വരുമ്പോൾ 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ ഉദയാൽപരം നക്ഷത്രമായിട്ട് കടന്നു വരുന്ന നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം നക്ഷത്രമാണ് കടന്നു വരിക. അപ്പോൾ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം നക്ഷത്രം കടന്നു വരുമ്പോൾ കുറേയേറെ നാളുകാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങൾ, അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് മേടം 10 ബുധനാഴ്ച ദിവസം. ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം. ബുധനാഴ്ച ദിവസം അവിട്ടം നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 വരെ അവിട്ടം നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകീരം, രോഹിണി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 വരെയുള്ള സമയത്ത് പ്രതീക്ഷിക്കാം. അവിട്ടം നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 ആ അവിട്ട നക്ഷത്രം അവസാനിക്കുന്നതാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:09. അപ്പോൾ ബുധനാഴ്ച മേടം 10-ൻ്റെ അന്ന് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 വരെ തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകീരം, രോഹിണി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ മേടം 10-ൻ്റെ നേട്ടങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ്? ബുധനാഴ്ച ദിവസം ഉച്ചവരെ തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകീരം, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമെന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:09 ശേഷം 9 മുതൽ ചതയ നക്ഷത്രം ആരംഭിക്കുന്നു. ചതയ നക്ഷത്രപ്രകാരം മേടം 10-ന് അനുകൂലമായ അനുഭവങ്ങൾ ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 മുതൽ മകയിരം, തിരുവാതിര, ചോതി, വിശാഖം, ആവിട്ടം, മൂലം, ഉത്രാടം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ മേടം 10-ന് 2 നക്ഷത്രം വന്നു ചേരുന്നത് കൊണ്ട് ഒരുപാട് നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്നു. 2 നക്ഷത്രപ്രകാരവുമുള്ള നേട്ടങ്ങൾ 27 നക്ഷത്ര ജാതകരിൽ 14 നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് 2 നക്ഷത്രം വന്നു ചേരുന്നത് കൊണ്ടാണ് മേടം 10-ൻ്റെ അന്ന് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 വരെ തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകീരം, രോഹിണി എന്നീ നാളുകാർക്കും ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 മുതൽ ചതയ നക്ഷത്രപ്രകാരം മകീരം, തിരുവാതിര, ചോതി, വിശാഖം, ആവിട്ടം, മൂലം, ഉത്രാടം എന്നീ നാളുകാർക്കും ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നു. അങ്ങനെ മേടം 10 ഇവർക്കെല്ലാം അനുകൂലമായ ഒരു ദിവസമായിട്ട് മാറുന്നു. മേടം 10-ൻ്റെ അന്ന് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം.
ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 വരെ ഉത്രാടം, മൂലം, അനിഴം, പുണർദം, പൂയം എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാം. മേടം 10 അന്ന് ഈ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഉത്രാടം, മൂലം, അനിഴം, പുണർദം, പൂയം എന്നീ നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 വരെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സൂക്ഷിക്കണം. ഏതെങ്കിലും പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:09 മുതൽ ചതയ നക്ഷത്രം കടന്നു വരുന്നു. ചതയ നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പുണർദം, പൂയം, ആയില്യം, തിരുവോണം, പൂരാടം, തൃക്കേട്ട എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാരും സൂക്ഷിക്കണം. അപ്പോൾ തിരുവോണം നാളുകാർക്ക് 12:09 വരെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരാം. പിന്നീട് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖം വരാതെ നമ്മുടെ ജീവിതം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഇനിയും മേടം 10 പറഞ്ഞുതരാം. മേടം 10 എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടൻ രാശി. ആ മേടൻ രാശിയിൽ മേടം 10 സൂര്യദേവൻ ഉച്ചനാകുന്നത്. മേടൻ രാശി ഉച്ചക്ഷേത്രമാണ്. ആ ഉച്ചക്ഷേത്രത്തിൽ മേടം 10 സൂര്യൻ ഉച്ചനാകുന്നത്. ഉച്ചനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹം പൂർണ്ണമായിട്ടും ബലവാനാകുന്ന ഒരു ദിവസമാണ്. സൂര്യൻ ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ദിവസമാണ് മേടം 10 ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരമാണ് പല ക്ഷേത്രങ്ങളിലും ആഘോഷങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടക്കുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. 10-ാം ഉദയം എന്ന് പറഞ്ഞാൽ മേടമാസം 1-ാം തീയതി മുതൽ 10 വരെ 10-ാം ഉദയം നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്സവം നടത്തുന്ന ക്ഷേത്രങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള ആഘോഷങ്ങളൊക്കെ ഇതിനെ ബേസ് ചെയ്താണ് വരുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പലരും മേടം 10 അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതായത് മേടം 10 എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം നക്ഷത്രം ഉച്ചവരെയുള്ള നക്ഷത്രം 12:09 വരെയുള്ള നക്ഷത്രം അവിട്ട നക്ഷത്രമാണ്. ബുധനാഴ്ച ദിവസവും അവിട്ട നക്ഷത്രവും കൂടിച്ചേർന്നാൽ നല്ലതല്ല എന്നും ജ്യോതിഷാചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ദിവസവും ചതയം നക്ഷത്രവുമായിട്ട് കൂടിച്ചേരുന്നതും നല്ലതല്ല എന്നും ജ്യോതിഷാചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ബുധനാഴ്ച ദിവസവും ഔട്ടവും കൂടിച്ചേരുന്ന ദിവസം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ദിവസവും ചതയ നക്ഷത്രവും കൂടിച്ചേരുന്ന ദിവസം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെയൊക്കെ ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം മേടം 10 എന്ന് പറയുന്നത് ബുധനാഴ്ച ദിവസമാണ്. മേടം 10 ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:09 വരെ അവിട്ട നക്ഷത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചതയ നക്ഷത്രമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിട്ടം നക്ഷത്രം അനുകൂലമായിട്ടുള്ളവരൊക്കെ ബുധനാഴ്ച ദിവസം 12:09 വരെ മേടം 10 എന്നുള്ള പ്രത്യേക ദിവസത്തെ ഓർത്ത് ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ 12:09 ശേഷം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ചതയ നക്ഷത്രം അനുകൂലമായിട്ടുള്ളവരൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അതിനുള്ള ഒരു നേട്ടം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരം 2 പാദം നാളുകാരിൽ ഒരു വ്യക്തി മേടം 10 ഒരു വീടിൻ്റെ ശിലാസ്ഥാപനം നടത്തി കല്ലിട്ട് ആ വീട് പണി ആരംഭിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ആ വീടിൻ്റെ പണി ഉടൻ പൂർത്തീകരിക്കപ്പെടത്തില്ല. കാരണം മേടം 10 എന്ന് പറയുന്നത് മേടൻ രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക മുക്കാൽ രോഹിണി മകീരം 2 പാദം നാളുകാരായിട്ടുള്ള ഇടവക്കൂറുകാരുടെ 12-ാം ഭാവമാണ്. ആ വീടിൻ്റെ പണി പഞ്ചവത്സര പദ്ധതി പോലെ നീണ്ടുപോകും. യാതൊരു കാരണവശാലും അത് പെട്ടെന്ന് തീരാൻ സാധ്യതയില്ല. അത്രമേൽ സാമ്പത്തിക ഭദ്രത ഉള്ളവരാണെങ്കിൽ അത് തീർന്നാൽ പോലും അവിടെ ഏതെങ്കിലും പ്രതിസന്ധികളൊക്കെ അവരെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷത്തിൽ കൂടി പറയുന്ന കാര്യം. അപ്പോൾ എല്ലാവർക്കും ഈ മേടം 10 എന്ന് പറയുന്നത് സൂട്ടബിൾ ഡേ അല്ല, അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. പലരും ഇപ്പം മറ്റു വിഭാഗക്കാരൊക്കെ പലരും ആശാരി പറഞ്ഞു മേടം 10 തുടങ്ങിക്കൂ എന്ന് പറയും. ചിലപ്പോൾ എല്ലാവർക്കും അത് സൂട്ടബിൾ ആകണമെന്നില്ല. അവരുടെ നക്ഷത്രവുമായിട്ട് അല്ലെങ്കിൽ കുടുംബനാഥൻ്റെയോ കുടുംബനാഥയുടെ നക്ഷത്രവുമായിട്ട് മേടം 10 അന്നത്തെ നക്ഷത്രം പൊരുത്തപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ സൂര്യൻ അവർക്ക് ചിലപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനാകാം, ചിലപ്പം 12ൻ്റെ അധിപനാകാം, ചിലപ്പോൾ 6ൻ്റെ അധിപനാകാം. അപ്പോൾ അങ്ങനെയൊക്കെ പലരുടെയും ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യക്തമായി നോക്കി മനസ്സിലാക്കിയതിന് ശേഷമേ ഈ മേടം 10 എന്ന് പറയുന്ന ദിവസം പ്രധാന ശുഭകാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അനുകൂലമായ ദിവസമാക്കി
തിരഞ്ഞെടുക്കാവൂ എന്നുള്ളതാണ് എൻ്റേതായിട്ടുള്ള അഭിപ്രായം. കാരണം അന്ന് മേടം 10 എന്ന് പറഞ്ഞാൽ ഇപ്പം 12ാം ഭാവത്തിൻ്റെ അധിപൻ ഉച്ചനായിട്ട് നിൽക്കുന്ന ഒരു ദിവസം ഒരു ശുഭകാര്യം ചെയ്താൽ അത് പിന്നീട് വലിയ പരാജയത്തിലേക്ക് എത്തിച്ചേരും. പലരും അങ്ങനെ വീടൊക്കെ വെച്ചിട്ട് കടം കയറി ഗതികെട്ടും ആ വീടൊക്കെ വിറ്റ് പോകാതെ അവരൊക്കെ ഒരുപാട് പേര് നശിച്ചുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. മേടം 10 എന്ന് പറയുന്നത് സൂര്യദേവൻ അല്ലെങ്കിൽ സൂര്യൻ ഉച്ചനായിട്ട് നിൽക്കുന്നൊരു ദിവസമാണ്. പക്ഷേ അതെല്ലാവർക്കും സൂട്ടബിൾ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ മകരക്കുറുകാരെ സംബന്ധിച്ച് മേടം 10 എന്ന് പറഞ്ഞാൽ അനുകൂലമായൊരു ദിവസമല്ല. കാരണം മകരക്കുറിൻ്റെ അഷ്ടമത്തിൻ്റെ അധിപനായ ഗ്രഹം ഉച്ചനായിട്ട് നിൽക്കുന്ന ദിവസമാണ് മേടം 10. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് നിൽക്കുമ്പോൾ മകരക്കുറുകാരെ സംബന്ധിച്ച് ശുഭകാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ദിവസമല്ല. അപ്പോൾ അങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പലരും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ മേടം 10 എല്ലാ കാര്യവും ചെയ്യുവാൻ അനുകൂലമായ ദിവസമാണെന്നും പറഞ്ഞ് പോയി ചെയ്യാറുണ്ട്. സൂര്യൻ മാത്രമല്ല ഉച്ചനാകുന്നത്, മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും ഉച്ചനാകും. ബുധൻ ഉച്ചനാകും, ശുക്രൻ ഉച്ചനാകും, അതുപോലെ തന്നെ ചൊവ്വ ഉച്ചനാകും, ചന്ദ്രൻ ഉച്ചനാകും, അങ്ങനെയുള്ള എല്ലാ ഗ്രഹങ്ങളും ഉച്ചനാകും. അപ്പോൾ അവരവർക്ക് അനുകൂലമായ ഗ്രഹം ഉച്ചനാകുമ്പോൾ മാത്രമേ ശുഭകാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യാവൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്ന കാര്യം, ബുധനാഴ്ച ദിവസം മേടം 10 ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം ആഗ്രഹിക്കുന്നവർക്കായിട്ട് പറഞ്ഞു തരാം. ബുധനാഴ്ച ദിവസം രാവിലെ 6:13 മുതൽ 10:43 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:36 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 1:43 മുതൽ 4:13 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 23 ആണ്. ഒറ്റ സംഖ്യയാക്കുമ്പോൾ 5 വരും. ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അങ്ങനെ ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും പറയുന്ന കാര്യം, ഈ ബുധനാഴ്ച ദിവസം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 വരെ അവിട്ട നക്ഷത്രമാണല്ലോ. അവിട്ട നക്ഷത്രപ്രകാരം ധനപരമായ നേട്ടം വന്നു ചേരുന്ന നാളുകാർ തിരുവോണം, ഭരണി, ഉത്രട്ടാതി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 വരെ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. ധനപരമായ കൊടുത്തുവാങ്ങലും ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു സമയമാണ് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 വരെ. ഏതൊക്കെ നാളുകാർക്കാണ്? തിരുവോണം, ഭരണി, ഉത്രട്ടാതി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം. ഇത്രയും നാളുകാർക്കാണ് ധനപരമായ നേട്ടം അവിട്ട നക്ഷത്രപ്രകാരം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 മുതൽ ചതയ നക്ഷത്രം ആരംഭിക്കുന്നു. ചതയ നക്ഷത്രപ്രകാരം അനുകൂലമായ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന നാളുകാർ അവിട്ടം, കാർത്തിക, രേവതി, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം. ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:09 മുതൽ ചതയ നക്ഷത്രപ്രകാരം വന്നു ചേരുന്നതാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാരൊക്കെ ഈ സമയം നോക്കി ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം. മേടക്കൂൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മിഥുനക്കൂൽപ്പെട്ട മകരൻ, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം, കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് മേടം 10 ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. മേടം 10-ന് 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന ഗ്രഹം സൂര്യനാണ്. അപ്പോൾ 27 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ആദ്യമായിട്ട് ചിന്തിക്കാം. മേടക്കുറുകാരെക്കുറിച്ച് ചിന്തിക്കാം. മേടക്കുൾപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് മേടം 10-ൻ്റെ അന്നത്തെ ദിവസം അവരുടെ 5-ാം ഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ ഉച്ചനായിട്ട് നിൽക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ സൂര്യൻ ഉച്ചനായിട്ട് നിൽക്കുമ്പോൾ
അവർക്ക് മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമാണ്. കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ബുദ്ധിപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ ഉള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ അത്ര വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല എന്നുള്ളൊരു സാഹചര്യവും ഉണ്ട്. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് അത്ര വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. എങ്കിലും പ്രതീക്ഷിക്കാം ബുദ്ധിപരമായിട്ടുള്ള വിജയം, കാര്യവിജയം, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയം ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു. അല്പം പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളിൽ കൂടി പോകുന്നൊരു ദിവസവുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് പിതാവിൻ്റെ സ്ഥിതി നല്ല നിലയിലുള്ള ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു. മാതാവിൻ്റെ സ്ഥിതിയും തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാർക്ക് ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങൾ, നേത്രരോഗം, ധനഹാനി, അതുപോലെ തന്നെ പുത്രദുഃഖം, പിതാവിനോട് ശത്രുത, അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ഈ വക ദോഷങ്ങൾ അവരെ കാര്യമായിട്ട് ബാധിക്കത്തില്ല. കാരണം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ വലിയ പ്രതിസന്ധികളൊന്നും അവരെ തേടി വരുവാൻ സാധ്യതയില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അവർക്ക് ന്യായമായ രീതിയിലുള്ള കുടുംബസുഖവും ധനപരമായ നേട്ടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസവുമാണെന്നുള്ളതും പ്രത്യേകതയായിട്ട് പറഞ്ഞു തരുന്നു. സൂര്യൻ 12ാം ഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ നേത്രരോഗമോ ധനപരമായ നഷ്ടമോ പുത്രദുഃഖമോ വന്നാൽ പോലും, അല്ലെങ്കിൽ പിതാവിനോട് ശത്രുത വന്നാൽ പോലും മറ്റു പല വിധത്തിലുള്ള നേട്ടങ്ങളൊക്കെ അവർക്കുണ്ടാകുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ അവർക്കും അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഇടവക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ള നേട്ടങ്ങൾ, തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള നേട്ടങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ ആളുകാർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് മേടം 10 എന്നുള്ള ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് മിഥുനക്കുറുകാർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ലാഭകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ള ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ അവർക്ക് ആത്മീയ ശ്രേഷ്ഠന്മാരെ കൊണ്ടുള്ള വലിയൊരു അനുഗ്രഹവും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണിപ്പോൾ. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അവർക്ക് വേണ്ടി ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ, പൂജ ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായ അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ വളരെയേറെ ഉണ്ടാകുന്നൊരു സാഹചര്യവുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അങ്ങനെ മിഥുനക്കുറുകാർക്ക് വളരെയേറെ അനുകൂലമായൊരു സാഹചര്യമാണ് ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ, തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനുള്ള ഗുണാനുഭവങ്ങൾ, ഭാര്യാസുഖം, സൗഭാഗ്യം, അങ്ങനെ ഒട്ടേറെ നല്ല നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനും മറ്റുള്ളവരാൽ ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുവാനും ആദരിക്കപ്പെടുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് കർക്കിടകക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അവർക്ക് നല്ല അനുകൂലമായ ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് കർക്കിടകക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ മേടൻ രാശിയിൽ മേടം 10 ഉച്ചനായിട്ട് നിൽക്കുന്നൊരു ദിവസം അവർക്ക് വ്യക്തിപരമായ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. വ്യക്തിത്വം വർദ്ധിക്കുകയും വ്യക്തിപരമായ ജീവിത വിജയം ഉണ്ടാവുകയും ചെയ്യുന്നൊരു ദിവസമാണ്. സത്യസന്ധതയോട് പെരുമാറും, ഈശ്വരവിശ്വാസത്തോടു കൂടി അവർ ജീവിക്കും. ഈശ്വര ഭക്തി അവരിൽ ഉണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ അവരെ തുണിക്കും. അറിവുള്ളവരായിട്ട് പെരുമാറും. അങ്ങനെ ബന്ധുജന ഭാഗ്യം ഉൾപ്പെടെയുള്ള സൽഗുണങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മേടം 10 ബുധനാഴ്ച ദിവസം എന്നുള്ളത് ചിങ്ങക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ബുദ്ധിപരമായിട്ടുള്ള പരാജയം, നഷ്ടസാധ്യത, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളതാണ്. ചിലരൊക്കെ ഈ സമയത്തൊക്കെ വിദേശത്ത് പോയാൽ അവർക്ക് നല്ല ജോലിയൊന്നും കിട്ടണമെന്നില്ല. വിദേശത്തൊക്കെ പോയി പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ
ഒരു ഒട്ടേറെ പ്രതിസന്ധികളിൽ അകപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മേടം 10 എന്ന് പറയുന്ന ദിവസം. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് മേടം 10 ബുധനാഴ്ച ദിവസം ഭാര്യാഭർത്തൃ സുഖഹാനിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. മാനഹാനി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വലിയ രീതിയിലുള്ള ലാഭം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. തൊഴിൽപരമായിട്ടുള്ള വലിയൊരു ലാഭം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പക്ഷെങ്കിൽ വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേർന്നാൽ പോലും ഭാര്യാഭർത്തൃ ഹാനി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും മറ്റു വിഷയത്തിൽ മനോഹാനിയോ മനോദുഃഖമോ ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ദേഷ്യം വരാനും കോപം വരുവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അനുഭവമായിരിക്കും തുലാക്കൂറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ധനധാന്യ നേട്ടവും ഒരുപാട് നേട്ടങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടം, ധനധാന്യ സമൃദ്ധി, ബന്ധുസ്നേഹം, അതുപോലെ തന്നെ ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവ്, സൽപ്രവൃത്തി, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാകുന്നൊരു സമയമാണിപ്പോൾ. അവർക്ക് എല്ലാം കൊണ്ടും അനുകൂലമായ സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക്, വിവാഹപ്രായം എത്തിയവർക്ക് വിവാഹം ആലോചിച്ചാൽ നടക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഇപ്പോൾ ഇവർക്ക് നിൽക്കുന്നു. 5-ലെ ശനി കാര്യതടസ്സത്തെ സൃഷ്ടിച്ചാൽ അവർക്ക് പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വിഷയം. ആ ഒരു വിഷയത്തെ മറികടന്നാൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉള്ളൊരു സമയമാണെന്ന് വൃശ്ചികക്കൂറുകാർ മനസ്സിലാക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം 1/4 നാളുകാരെ സംബന്ധിച്ച് അത്ര വലിയ അനുകൂലമായ ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ധനസ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ നിസ്സഹകരണമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ടും ആഹാരമൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പുത്രദുഃഖമൊക്കെ, പുത്രന്മാരെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിക്കുവാൻ സാധ്യതയുള്ള സാഹചര്യമാണെന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. 4-ലെ ശനി കണ്ടകശനിയായിട്ട് ഇവർക്ക് പല കാര്യങ്ങളിലും തടസ്സത്തെയും പ്രശ്നങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ആത്മീയമായിട്ട് മുന്നേറുന്നവർക്ക് ഇതൊന്നും ഒരു ബാധകമല്ലാതെ അവർക്ക് ആത്മീയമായ ശക്തിയിൽ, ആത്മീകമായ ദൈവികമായ ശക്തിയിൽ കൂടി സകലമായ ദോഷങ്ങളെയും ഇല്ലാതാക്കി മുമ്പോട്ട് പോകാൻ കഴിയും. അത്രമേൽ ആത്മീയത്തിന് പ്രാധാന്യം കൊടുത്താൽ, ദൈവികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ ജീവിത വിജയം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 3/4 തിരുവോണം അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് വലിയ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ സ്വപ്നം കാണുന്നവർക്ക് അതൊക്കെ സ്വപ്നം മാത്രമായിട്ട് നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. നേട്ടങ്ങളൊന്നും കാര്യമായിട്ട് വന്നു ചേരണമെന്നില്ല. പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസം വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. വളരെ സൂക്ഷ്മതയോടുകൂടി വേണം വാഹനമൊക്കെ ഓടിക്കാൻ. ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അഷ്ടമത്തിൻ്റെ അധിപനായ സൂര്യനാണ് ഉച്ചത്തിൽ നിൽക്കുന്നത്. അപ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ ഒരു സംതൃപ്തിയോടും പ്രതീക്ഷയോടും കൂടി സ്വപ്നം കണ്ടൊക്കെ പോകുന്നവർ, അല്ലെങ്കിൽ ആഹ്ലാദിച്ച് പോകുന്നവരൊക്കെ ആപത്തിലും അനർത്ഥങ്ങളിലും ഒക്കെ പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം ചതയം പൂർട്ടാതി 3/4 നാളുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുഹൃത്തുഗുണം, സുഹൃത്തുക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ, സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരാനുള്ള. ശത്രുനാശം സംഭവിക്കും. അപ്പോൾ നല്ല ഭാര്യ, നല്ല കുട്ടികൾ, നല്ല സുഹൃത്തുക്കളുമായിട്ട് സന്തോഷത്തോടു കൂടി കഴിയാൻ പറ്റുന്ന ഒരു അനുകൂലമായ ദിവസമാണ് മേടം 10 എന്ന് പറയുന്ന ബുധനാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം ചതയം പൂർട്ടാതി 3/4 നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അത്ര അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുടുംബത്തിലുള്ളവർ പരസ്പരം കലഹിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു വിഷയമാണ്. അതുപോലെ തന്നെ ദുഃഖിതരായി തീരുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള വിഷയങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട്. ധനം തികയാത്ത അവസ്ഥ, കടം മേടിക്കേണ്ട സാഹചര്യം, കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമല്ല എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇവർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. നേട്ടങ്ങളായിട്ട് ഒന്നും തന്നെ വന്നു ചേരുവാൻ സാധ്യതയില്ല. രോഗം, ശത്രുത, കടബാധ്യതയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഇവരെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നേട്ടങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടാകുന്നതല്ല. ചന്ദ്രനാകട്ടെ 12ലേക്ക് കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും ഉള്ള ദിവസമല്ല ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.